എല്ലാവർക്കും Sarath'S പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സിംഗ് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോട്ടിൻ്റെ Bassheads 225 എന്ന് പറഞ്ഞ ഇയർ ഇയർഫോൺസ് ആണ്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. അതായത് ഒരു ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലും സൈഡിലും എല്ലാം നിങ്ങൾക്ക് ബോട്ടിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. കൂടാതെ ഈ ബോട്ടിൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരെ കുറിച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പുറകിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 999 rupees ആണ്. പക്ഷേ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് യൂസ് ചെയ്ത് നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 449 rupeesന് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പാക്കേജിംഗ് കാണാൻ വളരെ ചെറുതാണെങ്കിലും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രധാനമായും ഈ ഒരു ഇയർഫോണിന് നിങ്ങൾക്ക് ഏകദേശം 1 വർഷത്തെ വാറണ്ടിയാണ് ബോട്ട് തരുന്നത്. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഇയർ ടിപ്സ് കാണാൻ സാധിക്കും. അതും 6 പെയർ ഇയർ ടിപ്പുകളാണ് ഈ ഒരു ഇയർഫോൺസിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ സ്മോൾ, മീഡിയം, ലാർജ് എന്നുള്ള 3 സൈസുകളിൽ സ്മോൾ 2 എണ്ണം, മീഡിയം 2 എണ്ണം, ലാർജ് 2 എണ്ണം എന്നുള്ള രീതിയിൽ 6 ഇയർ ടിപ്സ് ആണ് ഈ ഒരു ഇയർഫോൺസിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. കൂടാതെ നിങ്ങൾക്ക് ചെവിയിൽ സെക്യൂർ ആയിട്ട് നിൽക്കാനും ചെവിയിൽ നിന്നും വീഴാതിരിക്കാനുമായിട്ട് നിങ്ങൾക്കൊരു ഇയർ ഹുക്സും ഈ ഒരു ഇയർഫോൺസിനൊപ്പം കിട്ടുന്നതാണ്. ഇനി പ്രധാനമായും ഈ ഒരു ഇയർഫോൺസ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇയർഫോൺസ് ആണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിങ്ങളിത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ വയർ എന്ന് പറയുന്ന ഒരു ടാങ്കിൾ ഫ്രീ ഫ്ലാറ്റ് വയറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് അൺടാങ്കിൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ റൗണ്ട് വയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് അൺടാങ്കിൾ ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഇയർബഡ്സ് എന്ന് പറയുന്നത് ഫുള്ള് മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റലിൽ ഒരു ഗ്രേഡിയൻ്റ്, ഒരു റഗഡ് ഫിനിഷാണ് ഈ ഒരു ഇയർ ടിപ്സിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ റെഡും ബ്ലാക്കും ആണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ റെഡും ബ്ലാക്കും അല്ല, നിങ്ങൾക്ക് ഏകദേശം ഒരു ചെറിയൊരു ഗ്രീനിൻ്റെ ടിൻറ്റും ഈ ഒരു ഇയർ ടിപ്സിൽ കാണാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ഇയർ ടിപ്സ് നിങ്ങൾ ചെവിയിൽ വെക്കുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഹൗസിംഗ് കാണാൻ സാധിക്കും. അതായത് ചെവിയിൽ നിന്നും ചെറുതായിട്ടൊന്ന് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ഹൗസിംഗ് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വലിയ ഹൗസിങ്ങിന് ഒരു റീസൺ ഉണ്ട്. കാരണം ഇതിനകത്തുള്ള ഡ്രൈവർ എന്ന് പറയുന്നത് അത്ര വലിയ ഒരു പവർഫുൾ ആയിട്ടുള്ള ഡ്രൈവറാണ് ഈ ഇയർഫോൺസിൻ്റെ ഉള്ളിലുള്ളത്. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇയർബഡ്സിൻ്റെ വയറിൽ നിങ്ങൾക്കൊരു ഇൻലൈൻ മൈക്രോഫോൺ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻലൈൻ മൈക്രോഫോൺ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള നോയ്സ് ക്യാൻസലേഷൻ എല്ലാം ഉള്ളൊരു മൈക്രോഫോൺ തന്നെയാണ്. കൂടാതെ ഈ ഒരു കേസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബട്ടൺ ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മൾട്ടി ഫംഗ്ഷൻ ബട്ടണാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൾ അക്സെപ്റ്റ് ചെയ്യാനും റിജക്ട് ചെയ്യാനും കൂടാതെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ ഈ ഒരു ബട്ടൺ വെച്ച് സാധിക്കും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ പാട്ടിൻ്റെ വോളിയം ഒക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അത് ഈ ഒരു ഇയർഫോൺസിൽ നിന്ന് നിങ്ങൾക്ക് ബട്ടണായിട്ട് കിട്ടില്ല. ഇനി അടുത്ത താഴേക്ക് നമ്മൾ 3.5mm ജാക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു ബാസ്ഹെഡിൻ്റെ ഒരു ലോഗോ ഉള്ളൊരു റിങ് കാണാൻ സാധിക്കും, ഒരു മെറ്റൽ റിങ്. കൂടാതെ ഈ ഒരു 3.5mm ജാക്ക് എന്ന് പറയുന്നത് ഒരു ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള 3.5mm ജാക്കാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഏകദേശം 1 വർഷം ആയി ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റിലെ ഗോൾഡ് പ്ലേറ്റിംഗ് ചെറിയ രീതിയിലൊന്ന് പോയിട്ടുണ്ട്. പക്ഷേ എന്തായാലും 1 വർഷം വരെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡ് പ്ലേറ്റിംഗ് നിൽക്കും. ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റിംഗ് ഇതിലില്ലെങ്കിൽ പോലും ഇതിൻ്റെ പെർഫോമൻസിൽ യാതൊരു പ്രശ്നവും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു എൽ ഷേപ്പിലുള്ള 3.5mm ജാക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നിയത്, ഇപ്പോൾ നിങ്ങൾ ഫോണിലെല്ലാം കുത്തുമ്പോൾ എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു കണക്ഷന് യാതൊരു പ്രശ്നവും വരില്ല. അപ്പോൾ അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി അടുത്തത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയിൽ ബേസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ഹെവി ആയിട്ടുള്ള ബേസ് തന്നെയാണ് ഈ ഒരു ഇയർഫോൺസിൽ നിന്ന് വരുന്നത്. അതായത് ഇത്ര വലിയൊരു ഡ്രൈവർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പഞ്ചി ആയിട്ടുള്ള ബാസ് ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ ബാസിൻ്റെ കാര്യത്തിൽ എനിക്ക് 5ൽ 5 പോയിന്റ് ഈ ഒരു ഇയർഫോൺസിന് കൊടുക്കാൻ പറ്റും. പിന്നെ മിഡ്സിൻ്റെ കാര്യമാണെങ്കിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള മിഡ്സ് ആണ്. എന്നാലും എന്താ പറയുക, വലിയ ചീപ്പായിട്ടുള്ള ഒരു ക്വാളിറ്റി സൗണ്ട് ഒന്നുമല്ല, നല്ല പ്രീമിയം ആയിട്ടുള്ള ക്വാളിറ്റി സൗണ്ടാണ്. അപ്പോൾ മിഡ്സിന് ഏകദേശം ഒരു 4 പോയിന്റ് 5ൽ കൊടുക്കാൻ പറ്റും. പിന്നെ ആകെ ഒരു ചെറിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത് ട്രെബിളിലാണ്. അതായത് ബാസ് കുറച്ച് ഓവർ പവറിംഗ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ട്രെബിൾ സൗണ്ട്സ് എല്ലാം കുറച്ച് കുറവായിട്ടായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ട്രെബിളിന് ഏകദേശം ഒരു 5ൽ 3 പോയിന്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ചെവിയിൽ വെക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു പാസീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ബേസ് എല്ലാം നല്ല പഞ്ചി ആയിട്ട് ഫീലും ചെയ്യും. കൂടാതെ പുറത്ത് നല്ല നോയ്സുകൾ ഉണ്ടെങ്കിൽ അതൊന്നും തന്നെ നമുക്ക് കേൾക്കാനും പറ്റില്ല. ഇനി ഈ ഒരു പ്രൊഡക്റ്റിൽ എനിക്ക് ഫേസ് ചെയ്തൊരു ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഈ ഒരു ഹൗസിംഗ് എന്ന് പറയുന്നത് ഫുൾ മെറ്റലാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹൗസിംഗ് ആണ്. അപ്പോൾ വെയിറ്റ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ നിങ്ങളിത് ചെവിയിൽ വെക്കുമ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഇയർ ടിപ്സ് അല്ല, കറക്റ്റ് ഫിറ്റ് അല്ലാത്ത ഇയർ ടിപ്സ് ആണെങ്കിൽ നിങ്ങളിങ്ങനെ ചെവിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിയുമ്പോഴേക്കും ഈ സാധനം ഇങ്ങനെ ഊരിപ്പോരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വെയിറ്റ് ഉണ്ട് ഈ ഒരു ഇയർ ടിപ്സിന്. അത് മാത്രമേ എനിക്കിതിലൊരു പ്രശ്നമായിട്ട് തോന്നിയുള്ളൂ ഇതിൻ്റെ ബിൽഡ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ സൗണ്ടിൻ്റെ
സൗണ്ടിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ബേസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു സാധനം കേൾക്കുമ്പോഴും അതിൻ്റെ ആ സൗണ്ടിൽ ഇത് എക്സ്ട്രാ ആയിട്ടൊന്ന് ബേസ് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോർമലായിട്ടുള്ള ഒരാൾ സംസാരിക്കുന്ന ഒരു ശബ്ദം കേൾക്കുമ്പോൾ പോലും ഇത് എക്സ്ട്രാ ആയിട്ടൊരു ബാസയിൽ ആഡ് ചെയ്യും. അപ്പോൾ ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അത് മാത്രമേ ഈ ഒരു സൗണ്ടിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു ഇയർഫോൺസിന് യാതൊരു IP റേറ്റിംഗും ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ജോഗിങ്ങോ അല്ലെങ്കിൽ ജിമ്മിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇതിനകത്തൊക്കെ വെള്ളം വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഈ ഒരു മൈക്രോഫോണിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിലൊന്ന് മഴ നനഞ്ഞപ്പോൾ വെള്ളം പോയായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു മൈക്രോഫോണിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയൊരു ഡീഗ്രഡേഷൻ വന്നിട്ടുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഈ ഒരു മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി തീരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ യാതൊരു കാരണവശാലും നിങ്ങളിത് വെള്ളം വീഴാത്ത രീതിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രൊഡക്റ്റ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെല്ലാമാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞാൽ 500 rupees ബെസ്റ്റ് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു ഹെഡ്സെറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം അറിയാനും ഇത് പർച്ചേസ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.